ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ ശാമിക കുറച്ച് ദിവസമായിട്ട് ശാമികയ്ക്ക് ഓടക്കുഴൽ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നു കേട്ടോ. അപ്പം എന്തായാലും ശാമികയുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം. അപ്പോൾ കടയിൽ പോയി മേടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ കടയിൽ പോയി മേടിക്കാൻ ഇപ്പം പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞ് പോയി മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ശാമിക പറഞ്ഞതുകൊണ്ട്, ശാമികയ്ക്ക് ഓടക്കുഴൽ മേടിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഓടക്കുഴൽ നമുക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മളിതാ ഓടക്കുഴൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഓടക്കുഴൽ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങോട്ടൊന്നും നോക്കണ്ട കേട്ടോ. ഇത് സ്റ്റെപ്പ് കയറി പോവാട്ടോ. ശാമിക പറിച്ചിട്ട ഇലകളാണ് ഇതെല്ലാവേ. ഈ ചെമ്പരത്തി ചെടിയിൽ നിന്നും ഇലയെല്ലാം പറിച്ച് ആൾ താഴേക്കിട്ടതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓടക്കുഴൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ കത്തിയൊക്കെ എടുത്ത് ഓടക്കുഴൽ ഉണ്ടാക്കാനുള്ള സാധനം മുറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം ഞാനും പതുക്കെ ആ പുറകിൽ ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓടക്കുഴൽ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീട്ടിലാരും താമസിക്കുന്നില്ല കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ ഓണർ. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിങ്ങളുടെ അടുത്ത്, ഇവിടെ നമ്മുടെ വീടിൻ്റെ ഓണർ ബോംബെയിലാണ്. അപ്പോൾ അവർ വരുമ്പം ചക്കയൊക്കെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതിലൊരു ചക്ക മാത്രം ഇപ്പോൾ ബാലൻസ് ഉണ്ട്. എല്ലാം ആയി ഒരു ചക്ക മാത്രം. അപ്പോൾ നമ്മൾ ഓടക്കുഴൽ ഉണ്ടാക്കാൻ പോണ സാധനം അത് മേളിലാട്ടോ നിൽക്കുന്നത്. അപ്പോൾ താഴേന്ന് കൈ എത്തത്തില്ല അത് പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മേളിലായതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറി മേളിൽ വന്നതാട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടി ഇരിക്കുന്നു. അപ്പം ഓടക്കുഴൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇങ്ങോട്ട് മാറി നിൽക്കാൻ അങ്ങോട്ട് പോകരുതേ. അപ്പം ഇത് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഓടക്കുഴൽ ഉണ്ടാക്കുന്നതാ വേറൊന്നുമല്ല, നമ്മുടെ കപ്പളത്തിൻ്റെ ഇലയില്ലേ, പപ്പായയുടെ ഇല. അപ്പം ശാമികയ്ക്ക് കളിക്കുകയും ചെയ്യാം, ശാമികയുടെ ആഗ്രഹവും സാധിക്കും. അപ്പോൾ ഈ കപ്പളത്തിൻ്റെ ഇല താഴെ നിന്ന് പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ മുകളിൽ കയറി നിന്നിട്ട് നമുക്ക് കപ്പളത്തിൻ്റെ ഇല പറിച്ചിട്ട് ഓടക്കുഴൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ പപ്പായ. ഞാൻ എൻ്റെ സ്വന്തം കൈ കൊണ്ട് നട്ടുവെച്ച എൻ്റെ സ്വന്തം പപ്പായ വരും കേട്ടോ. അപ്പോൾ കുറച്ച് പപ്പായൊക്കെ പറിച്ച് പഴുത്തതും പച്ചയൊക്കെ പറിച്ച് കറിയൊക്കെ വെച്ചായിരുന്നേ. അപ്പം വീണ്ടും നിറയെ പപ്പായ ഉണ്ടായിട്ടുണ്ട്. അതിൽ നല്ല വലിയ പപ്പായ, കപ്പളങ്ങ. അപ്പോൾ ഈ നമ്മുടെ കപ്പളത്തിൻ്റെ ഇല കൊണ്ട് ഓടക്കുഴലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പപ്പായയുടെ ഇല നമുക്ക് ഇങ്ങനെ ഓടിച്ചാൽ അത് ഒടിഞ്ഞു പോകുന്നു. എന്നാ പിടിച്ചു ഓരണം. കത്തി അവിടെ വെക്കുക, എന്നിട്ട് അത് പിടിക്കുക. ഒരെണ്ണം കൂടി എടുക്കാം, 2 എടുത്തേക്കാം. 2 പപ്പായയുടെ ഇല. അപ്പം അങ്ങനെ 2 പപ്പായയുടെ ഇല പറിച്ചിട്ടുണ്ട്. അപ്പം ശാമിക അവിടെ ഇരുന്ന് അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 2 പപ്പായയുടെ കപ്പളത്തിൻ്റെ ഇല പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കപ്പളത്തിൻ്റെ ഇല കൊണ്ട് നമുക്ക് ഓടക്കുഴലുണ്ടാക്കാം. അപ്പം ശാമികയ്ക്ക് കളിക്കാൻ കൂട്ടില്ലാത്തതിൻ്റെ സങ്കടവും തീർക്കാം, എനിക്ക് വീഡിയോയും എടുക്കാം. അങ്ങനെ വെറുതെ ചുമ്മാ ഒരു രസം, വെറുതെ ഒരു രസം, കുട്ടിക്കൊരു ഇതൊക്കെ കുട്ടികളൊക്കെ അറിയട്ടെ അല്ലേ. നമ്മൾ പണ്ട് കുഞ്ഞിലെയൊക്കെ അല്ലേ ഇങ്ങനത്തെ കളികളൊക്കെ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളും ഇതുപോലെ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം, കളിക്കാം എന്നൊക്കെ അവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വേഗം താഴോട്ട് ഇറങ്ങി വാ, വേഗം 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 വേഗം. ഇല്ലെങ്കിൽ വലിയ വടിയുണ്ട് എൻ്റെ കയ്യിൽ, വലിയ വടി കൊണ്ട് ഞാൻ അടി തരും. അടിയൊക്കെ തരുമെന്ന് പറഞ്ഞപ്പോൾ വേഗം പോരുന്നുണ്ട്. ടാറ്റാ. അപ്പം നമ്മുടെ പപ്പായ എല്ലാം മുറിച്ച് കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ വന്ന് വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വലിയൊരു പപ്പായ, അതിൻ്റെ കമ്പ് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാവേ. കമ്പല്ല, പപ്പായയുടെ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഭയങ്കര പാട് കട്ട് ചെയ്യാൻ. ഇനി നമുക്കത് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഓടക്കുഴലിൽ നമ്മളിങ്ങനെ പിടിച്ച് ഊതണ്ടേ, ആ ഇങ്ങനെ കത്തി കൊണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. ഇതാ വേണ്ടല്ലേ.
ഇതുപോലെ എന്തിന് കത്രിക കത്രിക എടുത്ത് കൈ മുറിയും. ദാ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ദാ ആവശ്യത്തിനാ. അപ്പൊ ഞാൻ ദാ ഇതുപോലെ ഒരു 3-4 തുളയിടാം. ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഇതൊരു പ്ലാസ്റ്റിക് കവറാണ്. ആ പ്ലാസ്റ്റിക് കവർ നമുക്ക് ഈ രണ്ടറ്റത്തും ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ഞാനൊന്ന് കട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ഈ രണ്ടറ്റത്തും വെച്ച് അതൊന്ന് ആ ഹോളില്ലേ, ആ ഹോള് നമുക്കങ്ങ് അടച്ചു കൊടുക്കാവേ. ഹോൾ അടച്ചു വെക്കണം, എന്നാലേ ശരിയാവും. നിനക്കിതൊന്നും അറിയത്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ അടച്ചു വെക്കേണ്ടതെന്ന് പറഞ്ഞു. നീ ഈ സാധനം കണ്ടിട്ടുണ്ടോ ഷാമിക? ആ ടി വിയിൽ ഇതിനകത്ത് കണ്ടോ? ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇവിടെ കൊണ്ടുവച്ചായിരുന്നല്ലോ. ഇതാണ്ട് എന്നിട്ട് നമുക്കത് റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കെട്ടുവോ ഒക്കെ ചെയ്യാം. ഇനി അപ്പുറം നമുക്കതുപോലെ തന്നെ അടച്ചു കുത്തിയിട്ടേക്കോ. ഒരു റബ്ബർ ബാൻഡ് നോക്കിയിട്ട് കണ്ടുള്ളേ, അതുകൊണ്ട് ഒരു റബ്ബർ ബാൻഡ് കിട്ടി. ഇനി റബ്ബർ ബാൻഡ് എവിടെയോ ഉണ്ട്, അതിന് എടുക്കുമ്പോൾ സമയം പോകും. അത് നമ്മൾ ആവശ്യത്തിന് നോക്കുമ്പോൾ റബ്ബർ ബാൻഡൊക്കെ കാണിയല്ലോ, അല്ലെങ്കിൽ അവിടെ എല്ലാം കിടക്കും. അപ്പം ഞാൻ അതിൻ്റെ വള്ളി കൊണ്ട് തന്നെ കിട്ടി. അതിൻ്റെ വള്ളി കൊണ്ട് കിട്ടി. ഓക്കെ ആക്കി. കണ്ടില്ലേ? ഓടക്കുഴൽ ഫ്ലൂട്ടായില്ലേ? ഫ്ലൂട്ട് പാട്ട് വല്ലതും വരുന്നുണ്ടോ? സിമ്പിളായിട്ട് ഹോം മെയ്ഡ് ഫ്ലൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുട്ടികളെയൊക്കെ ഇങ്ങനെ പറ്റിക്കണമെങ്കിൽ വേഗം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ വെറുതെ എന്താണ് ഓടക്കുഴൽ വേണം എന്ന് പറഞ്ഞ് പഴുക്കുണ്ടാക്കിയപ്പോഴത്തേക്കിന് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ. പെട്ടെന്ന് ഞങ്ങൾ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ കളിക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിന് നമ്മളിതുപോലെ ഒക്കെ കളിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കളിച്ചിട്ടുള്ള കൂട്ടുകാർക്ക് വേഗം കമൻറ്റ് ചെയ്യണേ. ഓടക്കുഴലിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിതാ കപ്പിനകത്ത് കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ഈശ്വരാ, കുടിക്കാൻ വെള്ളം എന്തിനാ കുഞ്ഞാ നീ എടുത്തുകൊണ്ട് വന്നേ? കരിഞ്ഞാലി വെള്ളം തിളപ്പിച്ച് വെച്ച വെള്ളം അവൾ കളർ ചെയ്യാൻ വേണ്ടി ഇതാ എടുത്തുകൊണ്ട് വന്ന കണ്ടോ. ഓടക്കുഴലിന് കളറൊക്കെ അടിച്ചിതാ പെയിൻ്റൊക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കുക. അതാ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിക്കെടുത്ത ഓടക്കുഴലിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇതാ ഓടക്കുഴലിൻ്റെ അവസ്ഥ. ഓടക്കുഴലിനെ 2 പീസാക്കി കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ഓടക്കുഴലിലില്ല വേറൊരു കപ്പളത്തിൻ്റെ കമ്പയിലിരുന്ന് കളറും ചെയ്ത് കുരുത്തക്കേടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പം ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്